ഹലോ, ഹായ്, നമസ്കാരം. അങ്ങനെ മാർവലിന്റെ ഏറ്റവും പുതിയ ഫിലിമായ തണ്ടർ ബോൾട്ട് കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഈ ഫിലിം അനുഭവപ്പെട്ടത്. ഇതിന് മുമ്പ് ഇറങ്ങിയ ക്യാപ്റ്റൻ അമേരിക്ക കണ്ടപ്പോഴും സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഈ സിനിമയിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് ഫിലിം. നമ്മളൊരു മാർവലിന്റെ ഒരു ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മാർവൽസ് ഓരോ ഫിലിം ഇറക്കുന്നുണ്ട്. നമ്മളത് ഒരുപാട് പ്രതീക്ഷയിൽ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് പ്രതീക്ഷിച്ചാണ് പോകുന്നത് ഒന്നും സംഭവം ഒന്നും കിട്ടുന്നില്ല. ഒരു അടിപൊളി ഒരു ഫൈറ്റ് പോലും ഈ സിനിമയില് എനിക്ക് കാണാൻ പറ്റിയില്ല. ഈ സിനിമയുടെ കഥ പറയുകയാണെങ്കില് ചിതറിക്കിടക്കുന്ന കുറച്ച് വില്ലന്മാരെയൊക്കെ കൂട്ടി അവരൊരു പുതിയ സൂപ്പർ ഹീറോ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇവരാണ് പുതിയ അവഞ്ചേഴ്സ് ആയിട്ട് വരാൻ പോകുന്നതൊക്കെയാണ് ഈ ഫിലിമിൽ അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവരാണ് ഇനി പുതിയ അവഞ്ചേഴ്സ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ അവഞ്ചേഴ്സും മാർവൽസിലെ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു മെയിൻ സംഭവം. അപ്പൊ ഒട്ടും എൻഗേജിങ് അല്ല ഫിലിം. ഒരു ശോകാവസ്ഥയായിരുന്നു തിയേറ്ററിൽ. പിന്നെ ഇതിൽ കുറച്ച് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ലാസ്റ്റ് കുറച്ച് പോർഷൻസ് ആണ്. ലാസ്റ്റ് വരുമ്പോ ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിന്ന് ഇങ്ങനെ മാറി, മാറി, മാറി. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു പോർഷൻ അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് വരുന്ന ടൈലന്റും കാര്യങ്ങളൊക്കെ അത് ഓക്കെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഫിലിം അവർ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ സിനിമ മൊത്തത്തിൽ ഓക്കെ ആണെങ്കിൽ ഒരു നിരാശയാണ് എനിക്ക് സമ്മാനിച്ചത് ഈ ഫിലിം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറൻസ് പഗിന്റെ പെർഫോമൻസ് ആണ് ഉള്ളതിൽ ഭേദമായിട്ട് തോന്നിയത്. പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് വന്നു പോകുന്നു എന്നുള്ളൂ. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർ ബോൾട്സ് ജസ്റ്റ് ഒരു ആവറേജ് ഫിലിം ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.